നമസ്കാരം. പ്രധാന വാർത്തകൾ. തമിഴക വെട്രിക്കഴകം നേതാവായ യുവതി ജീവനൊടുക്കാൻ ശ്രമിച്ചു. തൂത്തുക്കുടി സ്വദേശിനിയായ അജിത ആഗ്നൽ എന്ന യുവതിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാക്കാത്തതിൽ മനംനൊന്താണ് യുവതിയുടെ കടുങ്കൈ. ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ അജിത മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തൂത്തുക്കുടി സെൻട്രൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം ലഭിച്ചില്ല എന്നതാണ് അജിതയെ നിരാശയാക്കിയത്. ജില്ലാ സെക്രട്ടറി പദവി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അജിത കഴിഞ്ഞ ദിവസം പാർട്ടി പ്രസിഡന്റ് വിജയുടെ കാർ തടയുകയും നടന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയും ചെയ്തിരുന്നു. തൂത്തുക്കുടിയിലേക്ക് മടങ്ങിയതിന് പിന്നാലെയാണ് അവർ ആത്മഹത്യാ ശ്രമം നടത്തിയത്. പഞ്ചായത്ത് കിട്ടിയിട്ടും ഭരിക്കാനാകാതെ UDF. കോട്ടയത്ത് എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും 14 സീറ്റുകളുള്ള ഏറ്റവും വലിയ കക്ഷിയായ UDF വിട്ടുനിൽക്കും. പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവി ഇത്തവണ പട്ടികവർഗ സംവരണമാണ്. എന്നാൽ പഞ്ചായത്തിൽ UDFന് സംവരണാംഗമില്ല. LDFനും BJPക്കും ഓരോ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള അംഗമുണ്ട്. UDF തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നാൽ ഇന്ന് ക്വാറം തികയില്ല. തെരഞ്ഞെടുപ്പ് നടക്കില്ല. ഉച്ചകഴിഞ്ഞുള്ള വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കും. ആലപ്പുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ പോലീസ് വഴിയിൽ ഉപേക്ഷിച്ചെന്ന് പരാതി. ആലപ്പുഴ കൊമ്മാടി സ്വദേശികളായ അനിൽ രാജേന്ദ്രൻ, രാഹുൽ എന്നിവർക്കാണ് ദുരനുഭവം ഉണ്ടായത്. എറണാകുളം കണ്ടമാലി പോലീസിനെതിരെയാണ് പരാതി. പരിക്കേറ്റ അനിൽ രാജേന്ദ്രൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി കണ്ടമാലി പോലീസ് രംഗത്തെത്തി. യുവാക്കൾ മദ്യപിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കൈ കാണിച്ചിട്ടും ബൈക്ക് നിർത്തിയില്ലെന്നും CPO ബിജുമോനെ ബൈക്കിലുള്ളവർ ഇടിച്ചിട്ടെന്നും പോലീസ് പറഞ്ഞു. പോലീസുകാരന് ഗുരുതര പരിക്കേൽക്കുകയും ബോധം പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് വേഗത്തിൽ പോലീസുകാരനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ബൈക്ക് യാത്രികർക്ക് കാര്യമായ പരിക്കില്ല എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ഫോണിന്റെ തിരിച്ചടവ് മുടങ്ങിയെന്നാരോപിച്ച് യുവാവിനെ വിളിച്ചു വരുത്തി കത്തികൊണ്ട് കുത്തി. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ താമരശ്ശേരി ചുങ്കത്താണ് ആക്രമണം. അണ്ടോണ മൂഴിക്കുന്നത്ത് അബ്ദുറഹ്മാനെയാണ് കുത്തിയത്. ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് കത്തികൊണ്ട് കുത്തിയത്. സംഭവത്തിൽ 3 പേരെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. TVS ഫൈനാൻസ് ജീവനക്കാരനായ നരിക്കുനി, പാറന്നൂർ പാവട്ടിക്കാവ് മീത്തൽ നിതിൻ, കോഴിക്കോട് എരഞ്ഞിക്കൽ മൊകാവൂർ കോയിപ്പുറത്ത് അഭിനന്ദൻ, എരഞ്ഞിക്കൽ കണ്ടത്തിൽ അഖിൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. അങ്കമാലി MC റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. കൊരട്ടി സ്വദേശി അജിത് മാധവനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. മൃതദേഹം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.